ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം വലിയ കിണറിനകത്ത് തന്നെ ജീവിച്ചു വന്നു. നേര് പറയണമെങ്കിൽ ഇവരെല്ലാവരുടെ വീടും ആ കിണറിനകത്തായിരുന്നു. പിന്നെ ഇവരൊക്കെ ആ വലിയ കിണറിൽ നിന്നും പുറത്തേക്ക് വരാനേ പറ്റില്ല. ജഗു എന്ന പത്രമെഴുത്തുകാരന് ഈ കിണർ ഗ്രാമത്തിനെ കുറിച്ച് അറിഞ്ഞതും അദ്ദേഹം ഈ ഗ്രാമത്തെക്കുറിച്ച് എഴുതണമെന്ന് തീരുമാനിച്ചു. ജഗു ആ കിണർ ഗ്രാമത്തിലേക്ക് വന്നു. നിങ്ങൾ എല്ലാരും ഈ വലിയ കിണറിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആർക്കും ഈ കിണർ വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട് മോനെ. അതായത് നിന്നെ പോലെ എപ്പോ തോന്നുകയാണെങ്കിൽ പുറത്തു പോകണം, ഇല്ലെങ്കിൽ അകത്തേക്ക് വരണം. പക്ഷെ ഈ കിണർ വിട്ട് പോകുന്നതൊക്കെ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ജീവിതം മുഴുവനും ഈ കിണറിനുള്ളിൽ തന്നെ ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ എന്താ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ നോക്കുമോനെ, ഈ ഗ്രാമത്തില് 11 വർഷം മുമ്പ് ഒരു സാധു ശാപം തന്നിരുന്നു. ഈ മൊത്ത ഗ്രാമവും ഈ കിണറിന്റെ അടിയിൽ അടഞ്ഞിരിക്കണമെന്ന് ശാപം വിട്ടു. അപ്പൊ തൊട്ട് ഞങ്ങൾ എല്ലാരും ഈ കിണറിനുള്ളിൽ അകപ്പെട്ടതാണ്. വേറെ ഗ്രാമത്തെ ജനങ്ങൾ ഇതിന്റെ അകത്തേക്ക് വന്നിട്ട് പുറത്തേക്കും പോവാനും പറ്റും, ഞങ്ങൾ കൊണ്ട് പറ്റില്ല. പക്ഷെ ശാപം തരാൻ എന്തെങ്കിലും കാരണമുണ്ടാവല്ലോ? കാരണമുണ്ട് മോനെ, വളരെ വലിയ കാരണമാണ്. ഞങ്ങൾ എല്ലാരും വലിയ പാവമാണ് ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് അറിയണം. ആ വയസ്സായ മുത്തശ്ശൻ ജഗുവിനോട് ഇന്നിൽ നിന്നും 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥ പറയാൻ തുടങ്ങി. അത് ജൂൺ മാസമാണ്. പുറത്ത് നല്ല വെയിൽ സമയമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ വീട്ടിൽ നിന്നും വളരെ പരിമിതമായി മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ. ഒരു സ്വാമിജിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും ആ ഗ്രാമത്തിലേക്ക് ഭിക്ഷ യാചിക്കാനായി വന്നു. അവർ വളരെ വിശന്നിരിക്കുകയായിരുന്നു. ഭിക്ഷയിടണം അമ്മേ, നിങ്ങളെ വീട്ടില് ഭിക്ഷ ചോദിച്ച് സാധു വന്നിട്ടുണ്ട്. സ്വാമിജി പുറത്തു നിന്നും വിളിച്ചത് കൊണ്ട് ഒരമ്മ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. കണ്ടാൽ മനസ്സിലാകുന്നില്ലേ, നല്ല വെയിൽ അടിക്കുന്നത് കൊണ്ട് എല്ലാ കൃഷികളും ഉണങ്ങിപ്പോയി. ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ ഒന്നുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തരാനാ? ഇവിടെ നോക്കാമേ, ഒരു പക്ഷേ അതാണ് കാര്യം വെച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നാൽ മതി. ഞങ്ങൾ വളരെ ദാഹത്തിലാണുള്ളത്. എന്താ വെള്ളം എന്താ വെറുതെയാണോ കിട്ടുന്നത്? ഞങ്ങൾ എന്താ ഇവിടെ പന്തലിട്ടിരിക്കുകയാണോ നിങ്ങൾക്ക് വെള്ളം വെറുതെ തരാനായി? പക്ഷേ ദാഹമുള്ളവർക്ക് വെള്ളം കൊടുക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് മോളെ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വല്ലാതെ ദാഹത്തിലാണ് ഉള്ളത്. വെയിൽ കൊണ്ട് വല്ലാതെ തൊണ്ട ഉണങ്ങിപ്പോയി. ഇതുപോലുള്ള നേരത്തിൽ ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ മോളെ? എല്ലാവരുടെ തൊണ്ടയും വരണ്ടിരിക്കുക. ഇതെന്താ പുതിയതാണോ? ഒരുപക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം നൽകി ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ തൊണ്ട വരണ്ടു പോയാൽ ഞങ്ങൾ എവിടേക്ക് പോകാനാ? ദാഹിച്ചു മരിക്കാൻ പറയുന്നോ? ഇതുപോലുള്ള കഠിനമുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല എൻ്റെ മോളെ. ഞങ്ങൾ ഞങ്ങളുടെ ദാഹം പോക്കാൻ വേണ്ടി മാത്രമല്ല നിന്റെ അടുത്ത് ചോദിച്ചത്. ഞങ്ങൾ പാവമൊന്നും ചെയ്തില്ലല്ലോ. ഈ ഗ്രാമത്തിലെ എല്ലാരോടും ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ആരും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? ഈ ഗ്രാമത്തില് വെള്ളത്തിനും പോലെ ഒരു വഴിയൊന്നും ഇല്ലേ? ഈ ഗ്രാമത്തിൽ ഒരേ ഒരു കിണറാണോ ഉള്ളത്. അതിലുള്ള വെള്ളം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മാത്രമേ തികയുന്നുള്ളൂ. ഒരുപക്ഷെ പുറത്തുള്ളവർക്ക് ഒരു തുള്ളി വെള്ളം നൽകിയാൽ പോലും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ടാകും. ദാഹം കാരണം ആ ശിഷ്യന്റെ അവസ്ഥ വളരെ മോശമായി. അദ്ദേഹത്തെ കൊണ്ട് ശരിക്കും നിൽക്കാൻ പോലും ആയില്ല. കഠിനമായ വെയിൽ കാരണം അദ്ദേഹത്തിന് തല ചുറ്റാൻ തുടങ്ങി. അദ്ദേഹം തല ചുറ്റി താഴേക്ക് വീണു. ഇങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല. ചെല്ലു, ചെന്ന് വേറെ ആരുടെ വീട്ടിലെങ്കിലും അഭിനയിക്കൂ. സ്വാമിജിയുടെ അടുത്തും അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അടുത്തും ഇത്ര ക്രൂരമായി പെരുമാറിയതിനു ശേഷം ആ അമ്മ നേരെ വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് വീടിന്റെ കതക് അടച്ചു. നീ തളരരുത് മോനെ, നമ്മൾ വേറെ വീട്ടിൽ പോയിട്ട് അവരെടുത്ത് വെള്ളം ചോദിക്കാം. സ്വാമിജിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും ഓരോ വീടായി ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഭിക്ഷ യാചിച്ചു ചെന്നു. അവിടെ ആരും അവർക്ക് ഭിക്ഷയും നൽകിയില്ല. അവരുടെ ദാഹത്തിന് ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. ഇപ്പോൾ എന്റെ ധൈര്യം ഞാൻ തളർന്നു പോയി ശിഷ്യ. ഞാൻ മനസാക്ഷിയില്ലാതെ ഇങ്ങനത്തെ ഒരു ഗ്രാമം കണ്ടിട്ടേയില്ല. സാധു സന്യാസിയായ നമുക്ക് പോലും ഇങ്ങനെ വെള്ളം തരുന്നില്ലല്ലോ. ശിഷ്യന്റെ അവസ്ഥ വളരെ മോശമായി. പാവം, അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ പോലും ആയില്ല. അവർ രണ്ടുപേരും അതേ കിണറിനടുത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഗ്രാമത്തിലെ ജനങ്ങൾ വെള്ളമെടുക്കുന്നത്. ദാഹം തീർക്കാനായി അവസാനത്തെ പ്രയത്നമായി ശിഷ്യൻ ആ കിണറിനടുത്തേക്ക് ചെന്നു. പക്ഷെ അദ്ദേഹം ആ കിണറിലേക്ക് എത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തല ചുറ്റാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം കിണറിനകത്ത് വീണു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ശിഷ്യ? സ്വാമിജി നോക്കിയപ്പോൾ ആ കിണറിനകത്ത് വീണത് കാരണം
ആ ശിഷ്യൻ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദേഷ്യത്തോടെ ആ ഗ്രാമത്തിനെ മൊത്തമായി ശപിച്ചു. ഈ മനസാക്ഷിയില്ലാത്ത ഗ്രാമത്തിൽ എന്റെ ശിഷ്യന്റെ ജീവൻ തന്നെ എടുത്തു കളഞ്ഞല്ലോ. ഞാൻ ഈ ഗ്രാമത്തിന് ശാപം നൽകുകയാണ്. എന്റെ ശിഷ്യ എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണിട്ട് മരിച്ചു പോയിട്ടുണ്ടോ അതേപോലെ തന്നെ ഈ മൊത്ത ഗ്രാമവും ഈ കിണറിനുള്ളിൽ തന്നെ ഉണ്ടാവണം. സ്വാമിജി ദേഷ്യത്തിൽ വിഷമെടുത്തു കുടിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മൊത്തം നീല നിറമായി മാറി. എന്നിട്ട് അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്നും പോയി. ദിവസങ്ങൾ പോകും തോറും ആ ഗ്രാമം മൊത്തം ആ കിണറിനകത്ത് മുങ്ങിപ്പോയി. ഗ്രാമത്തിന്റെ കഥ കേട്ടതും ജഗ്ഗുവിന് വളരെ ആശ്ചര്യം തോന്നി. സത്യം പറയുകയാണെങ്കിൽ ഗ്രാമജനങ്ങൾ ഇങ്ങനെ നടന്നതിന് അവർക്ക് ഈ ശിക്ഷ കിട്ടിയത് നല്ലതാണ്. പക്ഷേ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈ എതിർകാലുള്ള സന്തതി അനുഭവിക്കുന്നത് ന്യായമല്ലല്ലോ. ഞങ്ങൾ വളരെ വലിയ തെറ്റു ചെയ്തു പോയി മോനെ. ഒരുപക്ഷെ ആ സ്വാമിജി എന്റെ വീടിന്റെ വാതിൽക്കൽ വന്നിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വെള്ളവും ആഹാരവും നൽകിയേനെ. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഈ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേറെ വഴിയില്ലേ? അതിന്റെ വഴി ഒരാൾക്കേ പറയാനാകൂ, അതായത് ആ ശാപം നൽകിയ ആൾ. മോനെ, ഒരുപക്ഷെ നീ ആ സ്വാമിജിയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് യാചിച്ചു ചോദിച്ചാൽ, അതായത് അദ്ദേഹം ഈ ഗ്രാമത്തെ ആ ശാപത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന്. അങ്ങനെ ചെയ്താൽ നിനക്ക് പുണ്യം കിട്ടും മോനെ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. പക്ഷേ ഞാൻ അവരെ എവിടെയാ തേടുക? ഒരു പക്ഷേ ഞാൻ അവരെ കണ്ടാലും എങ്ങനെയാണ് ഞാൻ അടയാളം കണ്ടുപിടിക്കുക? ഇദ്ദേഹം നിന്നോട് പറഞ്ഞില്ലേ ആ സ്വാമിജി വിഷം കുടിച്ചു എന്ന്? അദ്ദേഹത്തിന്റെ ശരീരം മൊത്തം നീല നിറമായി മാറി. അന്നു മുതൽ അദ്ദേഹത്തിന് വിശക്കാറുമില്ലത്രേ, ദാഹിക്കാറുമില്ലെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു മരുഭൂമിയിലായിരിക്കും. അവിടെയാണ് കഴിക്കാനോ കുടിക്കാനോ ഒന്നും കിട്ടാതിരിക്കുക. നീ അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് വേണം തേടിപ്പോകാൻ. ജഗു ഒരുപാട് ദിവസം അലഞ്ഞതിനു ശേഷം ഒരു വരണ്ടുപോയ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ആ സ്വാമിജിയെ കണ്ടുപിടിച്ചു. ഞാൻ ആ കിണർ ഗ്രാമത്തിലുള്ള ശാപത്തിന് വേണ്ടി ക്ഷമ ചോദിക്കാൻ വന്നതാണ്. സ്വാമി, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കോരിക്ക വയ്ക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഗ്രാമത്തിനെ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ നടക്കില്ല. ആ പാവിയുടെ ഗ്രാമത്തിലാണ് എൻ്റെ ശിഷ്യനുടെ മരണവും നടന്നത്. പക്ഷേ സ്വാമി, ആരൊക്കെയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ജീവനോടുള്ളവരൊക്കെ അവർ ചെയ്ത തെറ്റിനുള്ള ഇന്നും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ ഇതിനുള്ള പുതിയ തലമുറയൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പുറം ലോകത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. അതുമാത്രമല്ലാതെ ഈ തലമുറയിലുള്ള ജനങ്ങൾ പാവമല്ലേ? ആ പുതിയ തലമുറയും ആ ഹൃദയമില്ലാത്ത ആൾക്കാർ തന്നെയല്ലേ? നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ് സ്വാമി. പക്ഷെ ഒരു കാര്യം പറയൂ, ആ പുതിയ തലമുറയിലുള്ള ജനങ്ങളൊക്കെ നിങ്ങളും കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ശിഷ്യന്റെ മരണത്തിലുള്ള കാരണമായവർക്കും നിങ്ങൾക്കും പിന്നെ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് പറയൂ. ജഗു വളരെ ദയനീയമായി ചോദിച്ചത് കണ്ട് സ്വാമിജിയുടെ മനസ്സ് മാറി. എന്നിട്ട് അദ്ദേഹം ആ കിണർ ഗ്രാമത്തിനെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ സമ്മതിച്ചു. ആ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ആ ഗ്രാമത്തെ ജനങ്ങൾ എനിക്ക് നീര് തരണം. പിന്നെ ആ കിണറ്റിലുള്ള വെള്ളത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എനിക്ക് വയറ് നിറയെ ഭക്ഷണവും നൽകണം. അവരെല്ലാം ചെയ്യാൻ എനിക്ക് വളരെ തയ്യാറാണ് സ്വാമി. നിങ്ങൾ ദയവായിട്ട് എന്റെ കൂടെ വരൂ. ജഗു ആ സ്വാമിജിയെ ആ കിണർ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. എന്നിട്ട് ആ സ്വാമിജി പറഞ്ഞതിനെ ഗ്രാമത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് ഈ കിണറുള്ള വെള്ളം എടുത്ത് സ്വാമിക്ക് വെള്ളം കുടിക്കാൻ നൽകൂ. പിന്നെ അദ്ദേഹത്തിന് വയറ് നിറച്ച ഭക്ഷണം നൽകണം. മുത്തശ്ശി ഒരു വലിയ ചെമ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ സ്വാമിജിയുടെ കാലുകളിൽ കിണറിലെ വെള്ളം കൊണ്ടതും തന്നെ അദ്ദേഹത്തിന്റെ നീല നിറത്തിലുള്ള കാലുകൾ വീണ്ടും പഴയ നിറത്തിൽ മാറി. അവിടെ എല്ലാരും സ്വാമിജിക്ക് വേണ്ടി ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വരൂ സ്വാമിജി, വന്ന് ഇരിക്കൂ. സ്വാമിജിക്ക് ഇരിക്കാൻ വേണ്ടി മുത്തശ്ശി ഒരു തുണി എടുത്ത് വിരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കുടിക്കാൻ വലിയ ഗ്ലാസ്സിൽ അവർ വെള്ളം നൽകി. ഈ വെള്ളം കുടിക്കൂ സ്വാമിജി. സ്വാമിജി ആ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു. ആ വെള്ളം അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ നനഞ്ഞതും തന്നെ അദ്ദേഹത്തിന്റെ തൊണ്ടയും നീല നിറത്തിൽ നിന്നും പഴയ നിറത്തിലേക്ക് മാറി. ഈ പണി നിങ്ങൾ 20 കൊല്ലം മുമ്പ് തന്നെ ചെയ്തിരിക്കാമായിരുന്നോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കൊല്ലം കഷ്ടപ്പെടില്ലായിരുന്നോ? മനുഷ്യർ വലിയ പ്രശ്നം വരുന്നതുവരെ അവർ ചെയ്യുന്ന തെറ്റ് അവർ മനസ്സിലാക്കാറേ ഇല്ല. ഇപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒരു വലിയ പാഠം പഠിച്ചു സ്വാമിജി. ആഹാരമൊക്കെ പാചകം ചെയ്ത് റെഡിയായി കഴിഞ്ഞു. എല്ലാരും ഓരോരുത്തരായി മുൻപിലേക്ക് വന്നു. എന്നിട്ട് സ്വാമിജിക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കഴിക്കൂ സ്വാമി. ഈ അരിയൊക്കെ ഈ കിണറ്റിലുള്ള വെള്ളം നിന്ന് ഉണ്ടാക്കിയതാണ്.
സ്വാമിജി 20 വർഷങ്ങളായി ഒന്നും കഴിക്കാതെ ഇരുന്നു. അതുകൊണ്ട് ആഹാരം കൊണ്ടുവന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ അത് കഴിച്ചു തീർക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാരും പാചകം ചെയ്ത ആഹാരം എല്ലാം തീർന്നുപോയി. പക്ഷേ സ്വാമിജിയുടെ വിശപ്പ് മാറിയില്ല. പക്ഷേ ആഹാരം തീർന്നുപോയി സ്വാമിജി. പക്ഷേ എനിക്ക് ഇന്നും മുഴുവൻ തൃപ്തി കിട്ടിയില്ലല്ലോ. പക്ഷേ ഞങ്ങളടുത്ത് ഇന്നും കുറച്ച് അരിയേ ഉള്ളൂ സ്വാമി. ഒരു പക്ഷേ അതും ഭക്ഷണം ഉണ്ടാക്കി നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കഴിക്കാൻ എന്താ ഉണ്ടാവുക? ഇതേ തെറ്റാണ് നമ്മൾ 20 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തത്. അതിനുള്ള ശിക്ഷ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ തെറ്റ് നമ്മൾ വീണ്ടും ഇപ്പോൾ ചെയ്യാൻ പാടില്ല. ആരുടെ വീട്ടിൽ എത്ര അരിയുണ്ടോ അതെല്ലാം പാചകം ചെയ്യൂ. ഗ്രാമത്തിലെ ജനങ്ങൾ ബാക്കിയുണ്ടായിരുന്ന അരിയിൽ വീണ്ടും പാചകം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സ്വാമിജിക്ക് അത് നൽകി. ഇത്തവണ അവസാനത്തെ പിടി ആഹാരം സ്വാമിജിയുടെ വയറ്റിലേക്ക് ചെന്നതും അദ്ദേഹത്തിന്റെ മുഴുവൻ ശരീരവും വീണ്ടും പഴയ നിറത്തിലേക്ക് തന്നെ മാറി. പിന്നെ കുറച്ചു സമയത്തിനകം ആ കിണർ ഗ്രാമവും തന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ യാതൊരു സ്വാമിജിയോ അല്ലെങ്കിൽ സഹായമെന്ന് ചോദിച്ചു വരുന്ന ആരെയും തന്നെ തിരിച്ചയക്കാറില്ല.